Good morning, everyone. Today we are going to learn 9th Standard History, Chapter 2, കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് അത്ര പ്രധാനപ്പെട്ട ചാപ്റ്റർ ഒന്നുമല്ല. അപ്പോൾ ടെസ്റ്റ് എഴുതുന്നവർക്ക് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി. ഓക്കെ, ഇത് പഠിക്കുന്നതിന് മുന്നേ, അതായത് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ എല്ലാവരും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മധ്യകാല ലോകാധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ആ ചാപ്റ്റർ 1 നല്ല പോലെ വായിച്ചു വെക്കുക. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ അത് വായിച്ചതിന് ശേഷം ഈ ചാപ്റ്റർ കാണുക. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. ഇവിടെ ഫസ്റ്റ് പറയുന്നത് മാർക്കോ പോളോ എന്ന് പറയുന്ന ഒരു യാത്രികൻ, കുറിച്ചിട്ട ഒരു കോഡ്സ് ആണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അപ്പോൾ ഇത് മാർക്കോ പോളോ പറഞ്ഞതാണെന്ന് വായിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന, അതായത് മധ്യകാലത്തെ വ്യാപാര സംഘങ്ങളും എങ്ങനെയാണ് ഈ വ്യാപാരം നടത്തിയിരുന്നത്, പിന്നെ അതുപോലെ തന്നെ വാണിജ്യ പാതകൾ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ പട്ടുനൂൽ കച്ചവടമൊക്കെ എങ്ങനെയായിരുന്നു, അതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അതായത് നമ്മൾ പറഞ്ഞു മധ്യകാല ലോകം, ആ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ചാപ്റ്റർ ആണ്. അതായത് അത് വായിച്ചിട്ട് ഇത് വായിക്കുക. ഓക്കെ, അപ്പോൾ പ്രശസ്ത യൂറോപ്യൻ സഞ്ചാരി ആയിരുന്നു ആര്? നമ്മുടെ മാർക്കോ പോളോ. ആരാണ് പ്രശസ്ത യൂറോപ്യൻ സഞ്ചാരി? ആരാണ്? മാർക്കോ പോളോ. അദ്ദേഹത്തിന്റെ സഞ്ചാരക്കുറിപ്പിൽ നിന്നെടുത്ത ഒരു കോഴ്സാണ് ഈ ഭാഗത്തിൽ, അതായത് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അതായത് അദ്ദേഹം വിവരിക്കുന്ന എന്താണ്? ഇതില് വ്യാപാര സംഘങ്ങളെ കുറിച്ചാണ് ഇതിൽ കൂടുതലും വിവരിക്കുന്നത്. അതുപോലെ തന്നെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരത്തിൽ ഏർപ്പെട്ട ഈ സംഘങ്ങൾ അപകടം നിറഞ്ഞ വാണിജ്യ പാതകളിലൂടെ അതിസാഹസികമായാണ് സഞ്ചരിച്ചതെന്നാണ് മാർക്കോ പോളോ കുറിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതായത് പട്ടുതുണി പാതയും സുഗന്ധവ്യഞ്ജന പാതയും കാണിക്കുന്ന ഭൂപടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നോക്കി വെക്കുക ഏതൊക്കെയാണ് അതിന്റെ സ്ഥലങ്ങളെന്ന്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അടുത്തത് ഈ പാതകൾ, അതായത് നമ്മൾ പറഞ്ഞു ഈ വ്യാപാരത്തിന് വേണ്ടി വാണിജ്യ പാതകൾ, മധ്യകാല ലോകത്തെ പ്രധാന പാതകളിൽ രണ്ടെണ്ണമാണ് പട്ടുതുണി പാതയും സുഗന്ധവ്യഞ്ജന പാതയും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് പട്ടുതുണി പാത എന്ന് പറയുമ്പോൾ ചൈന മുതൽ യൂറോപ്പ് വരെ വ്യാപിച്ചിരുന്ന കരമാർഗമുള്ള വാണിജ്യ പാതയെ ആണ് പട്ടുതുണി പാത എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ചൈന മുതൽ യൂറോപ്പ് വരെ വ്യാപിച്ചിരുന്ന കരമാർഗമുള്ള വാണിജ്യ പാതയെയാണ് പട്ടുതുണി പാത എന്ന് അറിയപ്പെട്ടിരുന്നത്. കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന ഈ വാണിജ്യ പാതയ്ക്ക് ഏകദേശം 6000 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചൈന, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, പേർഷ്യ, യൂറോപ്പ്, ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ വാണിജ്യ, സാംസ്കാരിക, വൈജ്ഞാനിക വളർച്ചയ്ക്ക് പട്ടുതുണി പാതയും പാതയിലെ വിശ്രമ കേന്ദ്രങ്ങളായ സരായികളും പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. അതായത് വിശ്രമ കേന്ദ്രങ്ങളായ സരായികളും പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. അതായത് പട്ടുതുണി പാതയും പാതയിലെ വിശ്രമ കേന്ദ്രങ്ങളെ അറിയപ്പെട്ടിരുന്ന പേരാണ് സരായികൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. അതും പ്രധാന പങ്ക് വഹിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് പട്ടുതുണി പാത? അതായത് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? അതായത് ചൈന മുതൽ യൂറോപ്പ് വരെ വ്യാപിച്ചിരുന്ന കരമാർഗമുള്ള വാണിജ്യ പാത എന്നറിയപ്പെടുന്നതെന്ന് ഓർത്തു വെക്കുക. ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ കിഴക്കൻ ചൈന മുതൽ പടിഞ്ഞാറൻ യൂറോപ്പ് വരെ എന്ത് ചെയ്യുന്നു? ഈ പാത നമ്മൾ പഠിച്ചല്ലോ, വ്യാപിച്ചിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന ഈ വാണിജ്യ പാതകളെ പട്ടുതുണി പാതയെന്നും സുഗന്ധവിജ്ഞാന പാതയെന്നും വിളിച്ചിരുന്നു. അപ്പോൾ ഈ വാണിജ്യ പാതകളെ പട്ടുതുണി പാതയെന്നും പിന്നെന്താ വിളിച്ചിരുന്നത്? സുഗന്ധവിജ്ഞാന പാതയെന്നും വിളിച്ചിരുന്നു. ഓക്കെ, ഇത് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ പട്ടുതുണി പാത കരയിലൂടെയും സുഗന്ധവ്യഞ്ജന പാത കടൽ മാർഗവുമായിരുന്നു. അപ്പോൾ അത് എളുപ്പം ചോദിക്കാം. പട്ടുതുണി പാത ഏത് രീതിയിലാണ്? കടൽ മാർഗത്തിലാണ്. സുഗന്ധവ്യഞ്ജന പാത ഏതാണ്? കടൽ മാർഗവുമായിരുന്നു. അപ്പോൾ പട്ടുതുണി പാത കരയിലൂടെയും സുഗന്ധവ്യഞ്ജന പാത കടൽ മാർഗവുമായിരുന്നു. ഓർത്തു വെക്കുക. അനേകം കച്ചവട കേന്ദ്രങ്ങളിലൂടെ ഈ പാതകൾ അങ്ങനെ കടന്നു പോകുന്നുണ്ട്.
അടുത്തത്, ഈ മധ്യകാലത്തിന്റെ ആരംഭത്തിൽ വളരെയധികം ദുർബലമായിരുന്നു. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരം കുരിശുയുദ്ധത്തിന്റെ ആരംഭത്തോടെ ശക്തി പ്രാപിച്ചു. അപ്പോൾ കിഴക്കും പടിഞ്ഞാറും ഈ കുരിശുയുദ്ധത്തിന് ശേഷമാണ് ശക്തി പ്രാപിച്ചു തുടങ്ങിയത്. അതായത് ഇറ്റാലിയൻ വ്യാപാരികൾ പൗരസ്ത്യ റോമ സാമ്രാജ്യവുമായും അറബികളുമായി ദൂര വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു. നമ്മൾ ഇന്നലെ പഠിക്കുകയുണ്ടായല്ലേ. അതായത് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റാലിയൻ വ്യാപാരികൾ പൗരസ്ത്യ റോമ സാമ്രാജ്യവുമായും അറബികളുമായും വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബാഗ്ദാദ്, ദമാസ്കസ്, ജെറുസലേം തുടങ്ങിയ പട്ടണങ്ങളുമായി ഇറ്റാലിയൻ വ്യാപാരികൾക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു എന്ന് ഓർത്തു വെക്കുക. അടുത്ത് നമുക്ക് പോവാം. അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതായത് മധ്യകാലഘട്ടത്തിലെ കച്ചവട സംഘം. അത് ഒരു ചിത്രകാരൻ വരച്ച പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതായത് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഉൽപാദന വർധനവ്, ഉൽപ്പന്നങ്ങളുടെ വിവിധ തരം ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം, പിന്നെ അതുപോലെ തന്നെ കള്ളന്മാരെയൊക്കെ അമർച്ച ചെയ്യുന്നതിനുള്ള കാര്യക്ഷമമായ നടപടികൾ എന്നിവയുടെ ഫലമായി കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യ ബന്ധം എന്ത് ചെയ്തു? അങ്ങനെയാണ് വാണിജ്യ ബന്ധം വികസിച്ച് വന്നത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് സുഗന്ധവ്യഞ്ജന പാത അഥവാ സ്പൈസ് റൂട്ട് എന്ന് പറയുന്നത്? അതായത് കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന സമുദ്രപാതകളുടെ ഒരു ശൃംഖലയാണ്. അപ്പൊ സമുദ്രപാതകളുടെ ശൃംഖല അറിയപ്പെടുന്ന പേരെന്താണ്? സുഗന്ധവ്യഞ്ജന പാത എന്നാണ് സമുദ്രപാതകളുടെ ഒരു ശൃംഖലയെ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ജപ്പാന്റെ തീരം, ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, മധ്യേഷ്യ എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നുപോയിരുന്ന ഈ പാതയിലെ പ്രധാന കൈമാറ്റ വസ്തു എന്തായിരിക്കും? സുഗന്ധവ്യഞ്ജനങ്ങളായിരിക്കും അല്ലേ. അപ്പൊ സുഗന്ധവ്യഞ്ജന പാത എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിലെന്തായിരിക്കും കൂടുതൽ കച്ചവടം നടത്തുന്നത്? സുഗന്ധവ്യഞ്ജനങ്ങളായിരിക്കും. അപ്പോൾ എന്താണ്? സമുദ്രപാതകളുടെ ഒരു ശൃംഖലയാണ്. ഏതിനെയും കിഴക്കിനെയും അതുപോലെ തന്നെ പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന സമുദ്രപാതകളുടെ ഒരു ശൃംഖലയാണ് സുഗന്ധവ്യഞ്ജന പാത എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് മധ്യകാല ലോകത്തെ നഗരങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അതായത് 11-ാം നൂറ്റാണ്ടോടു കൂടി പ്രാചീന റോമൻ നഗരങ്ങൾ എന്ത് ചെയ്തു? വീണ്ടും സജീവമായി. ഓക്കെ. അങ്ങനെ പുതിയ നഗരങ്ങൾ എന്ത് ചെയ്തു? രൂപം കൊണ്ടു. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങളുടെ സമീപമുള്ള നഗരങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾക്കും മഠങ്ങൾക്കും ചുറ്റും വളർന്നു വന്ന നഗരങ്ങൾ, കമ്പോള കേന്ദ്രങ്ങൾ വികസിച്ച് രൂപം കൊണ്ട നഗരങ്ങൾ, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള നഗരങ്ങൾ രൂപം കൊണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ കൃഷിക്കാർ എന്ത് ചെയ്തു? തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി പൊതുവിപണന കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നു. അതായത് ഏത് കാലഘട്ടത്തിലാണ്? മധ്യകാലഘട്ടത്തിലാണ്. അങ്ങനെ അതുപോലെ തന്നെ കച്ചവടക്കാരും കരകൗശല തൊഴിലാളികളൊക്കെ എന്ത് ചെയ്തു? കേന്ദ്രങ്ങളിലേക്ക് കച്ചവടം നടത്താൻ വന്ന കേന്ദ്രങ്ങളിൽ താമസിച്ച് വിദൂര പ്രദേശങ്ങളുമായുള്ള വാണിജ്യമൊക്കെ നടത്തി. ഇത് പൊതുവിപണന കേന്ദ്രങ്ങളായി ആണ്. ആദ്യം ഇത് എന്ത് ചെയ്തു? അവിടെ ഒരു പൊതുവിപണന കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? കച്ചവടം നടത്താൻ കുറെ ആളുകൾ അവിടെ വരുന്നു. എന്നിട്ട് അത് പിന്നെ എന്തായി മാറും? നഗരങ്ങളായി വികസിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നഗരങ്ങൾ വികസിച്ചു വന്നത്. അതുപോലെ തന്നെ യൂറോപ്പിന്റെ വിവിധ പ്രദേശങ്ങളിൽ എന്ത് ചെയ്തു? കച്ചവട കേന്ദ്രങ്ങളൊക്കെ വളർന്നു വന്നതോടെ വിനിമയത്തിന് എന്തായി? അത്യാവശ്യമായി മാറി. നാണയം അത്യന്താപേക്ഷിതമായി. അങ്ങനെ 13-ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നഗരങ്ങളായ ഫ്ലോറൻസും വെനീസും സ്വന്തമായി നാണയം എന്ത് ചെയ്തു? മുദ്രണം ചെയ്തു. അപ്പോ ഏതൊക്കെയാണ്? 13-ാം നൂറ്റാണ്ടോടെ വന്ന നഗരങ്ങൾ ഏതൊക്കെയാണ്? ഇറ്റാലിയൻ നഗരങ്ങളായ ഏതൊക്കെയാണ്? ഫ്ലോറൻസും വെനീസും. ഏതൊക്കെയാണ്? ഫ്ലോറൻസും വെനീസും. അവരെന്ത് ചെയ്തു? സ്വന്തമായി നാണയം മുദ്രണം ചെയ്യുകയുണ്ടായി. ഓക്കെ. അതുപോലെ തന്നെ ഇറ്റാലിയൻ ഉപദ്വീപിലെ തുറമുഖങ്ങളുടെ സാന്നിധ്യം എന്ത് ചെയ്തു? കച്ചവടക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ, ഭരണാധികാരികളുടെ പ്രോത്സാഹനം തുടങ്ങിയവ മറ്റ് യൂറോപ്യൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇറ്റാലിയൻ നഗരങ്ങളുടെ വികാസത്തിന് അനുകൂല സാഹചര്യം ഒരുക്കി. അതായത് ഇവിടെ എങ്ങനെയാണ്? തുറമുഖങ്ങളുടെ സാന്നിധ്യവും അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചിരുന്നു. അതുപോലെ ഭരണാധികാരികളുടെ പ്രോത്സാഹനം ലഭിച്ചിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഇറ്റാലിയൻ നഗരങ്ങൾ പെട്ടെന്ന് വികാസം പ്രാപിക്കാനുണ്ടായ കാരണം. അതുപോലെ തന്നെ CE 1050-നും CE 1300-നും ഇടയ്ക്ക് ജനോവ, പിസ, വെനീസ്, ഫ്ലോറൻസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങൾ പ്രധാന വാണിജ്യ കേന്ദ്രം. അപ്പോൾ ഇറ്റാലിയൻ നഗരങ്ങളിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ജനോവ ഉണ്ട്. ഏതാണ്? ജനോവ. അതുപോലെ തന്നെ പിസ, അതുപോലെ തന്നെ വെനീസ്, ഫ്ലോറൻസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങൾ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറ്റലിയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ജനോവ, പിസ, വെനീസ്, ഫ്ലോറൻസ്.
പിസ മാത്രം ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ടല്ലേ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇറ്റാലിയൻ നഗരങ്ങളുടെ വികാസം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ്. അതായത് നഗരവും അത് ഏത് നദീതീരത്തെ ബേസ് ചെയ്താണ് കിടക്കുന്നതെന്ന്. അടുത്തത് നമുക്ക് അടുത്ത് നോക്കാം, നഗരങ്ങൾക്ക് ചുറ്റുമുള്ള കോട്ടമതിൽ. അതായത് ഗ്രാമങ്ങൾ എന്ത് ചെയ്യും, അവസാനിക്കുകയും പട്ടണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതിന്റെ അടയാളങ്ങളായിരുന്നു ചുറ്റുമതിലുകൾ. അപ്പോൾ അക്കാലത്ത് ചുറ്റുമതിലുകൾ അതിന്റെ ഒരു ക്ലൂ ആണ്. ഓക്കെ. പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മതിലുകളും വാതിലുകളും കാവൽപ്പുരകളും ഗോപുരങ്ങളും ഉണ്ടായിരുന്നു. നഗര കവാടങ്ങളിൽ നികുതി പിരിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അതുപോലെ തന്നെ ആധുനിക നഗരങ്ങൾ പോലെ ആയിരുന്നില്ല നമ്മുടെ മധ്യകാല യൂറോപ്യൻ നഗരങ്ങൾ. മധ്യകാല യൂറോപ്യൻ നഗരങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് പൊതുവെ വലിപ്പം കുറഞ്ഞവയായിരുന്നു മധ്യകാല യൂറോപ്യൻ നഗരങ്ങൾ. നഗരവീഥികൾ ഇടുങ്ങിയതും വൃത്തിഹീനവുമായിരുന്നു. കെട്ടിടങ്ങൾ തടി കൊണ്ട് നിർമ്മിച്ചതും വൈക്കോൽ മേഞ്ഞതുമായിരുന്നു. ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന നഗരങ്ങളിൽ തീപിടുത്തത്തിന് സാധ്യത വളരെ കൂടുതലായിരുന്നു. അതാ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് നഗരവാസികൾ ഭൂരിഭാഗവും ആരായിരുന്നു? കച്ചവടക്കാർ, കരകൗശല ജോലിക്കാർ, തൊഴിലാളികൾ എന്നിവരായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് തൊഴിലാളികൾക്ക് എന്തില്ല, സമ്പത്തില്ലാതിരുന്നതിനാൽ അവർ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. അതായത് ഭക്ഷണത്തിനായി നഗരങ്ങൾ ഗ്രാമങ്ങളെ ആശ്രയിച്ചിരുന്നു. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. ഭക്ഷണത്തിനായി ഇവർ എന്തിനെ ആശ്രയിച്ചിരുന്നു? നഗരങ്ങൾ ഗ്രാമങ്ങളെ ആശ്രയിച്ചിരുന്നു. ഇതാണ് മധ്യകാല നഗരത്തിന്റെ ചുറ്റുമുള്ള കോട്ട. ഈ പിക്ചറിൽ നോക്കണേ കാണാം, വളരെ വൃത്തിഹീനമാണ് അല്ലെ. അടുപ്പിച്ചടുപ്പിച്ചാണ് വീടുകള്. അതുപോലെ തന്നെ എന്തായിരുന്നു, പൊതുവെ വലിപ്പം കുറഞ്ഞ വീടുകളാണ്. ഇടുങ്ങിയ സ്ഥലമായിരുന്നു, വൃത്തിഹീനമായിരുന്നു. തടികൾ കൊണ്ട് നിർമ്മിച്ചതും വൈക്കോൽ കൊണ്ട് നിർമ്മിച്ചതുമായ വീടാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലെ. അടുത്തത് ലെറ്റ്സ് മൂവ് ഓൺ. എന്താണ് കർഫ്യൂ എന്ന് നോക്കാം. അതായത് എന്താണ്, ചിലപ്പോൾ പി എസ് സി ടെസ്റ്റിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് കർഫ്യൂ എന്ന് നോക്കാം. അതായത് മധ്യകാല ഇംഗ്ലണ്ടിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് വീടുകളിലെ തീ അണയ്ക്കുകയോ മൂടിയിടുകയോ ചെയ്യുന്നതിന് വേണ്ടി മണി മുഴങ്ങിയിരുന്നു. നഗരത്തിൽ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന തീപിടുത്തം ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഇംഗ്ലണ്ടിൽ നടപ്പിലാക്കിയ ഈ നിയമത്തെയാണ് എന്തോന്നറിയപ്പെടുന്നത്? കർഫ്യൂ എന്ന് അറിയപ്പെടുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് മധ്യകാല ഇംഗ്ലണ്ടിൽ എല്ലാ ദിവസവും 8 മണിയോടെ തീ അണയ്ക്കുകയോ മൂടിയിടുകയോ ചെയ്യുന്നതിന് വേണ്ടി അതായത് മണി മുഴങ്ങിയിരുന്നു. നഗരത്തിൽ ഇടയ്ക്കിടെ, അത് വേണ്ട, ഇംഗ്ലണ്ടിൽ നടപ്പിലാക്കിയ ഈ നിയമത്തെ അറിയപ്പെടുന്ന പേര് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? കർഫ്യൂ എന്നാണ്. കർഫ്യൂ മീൻസ് എന്താണ്? അഗ്നിയെ മൂടുക എന്നാണ്. അതായത് കവർ ദ ഫയർ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് പ്രശ്നബാധിത പ്രദേശങ്ങളെ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ഗവൺമെന്റ് സ്വീകരിക്കുന്ന അടിയന്തര നടപടിയാണ് ഇപ്പോൾ കർഫ്യൂ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ആണെങ്കിൽ കർഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രശ്നബാധിതമായിട്ടുള്ള പ്രദേശങ്ങളെ എന്ത് ചെയ്യും, സമാധാനത്തിലേക്ക് കൊണ്ടുവരാനാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു അടിയന്തര നടപടിയാണ് ഇപ്പോൾ കർഫ്യൂ എന്ന് അറിയപ്പെടുന്നത്. അക്കാലത്ത് എന്താണ്, ഈ അഗ്നിയെ മൂടുക എന്നുള്ള അർത്ഥത്തിൽ വന്നതാണ്. എവിടെയാണ്? മധ്യകാല ഇംഗ്ലണ്ടിലാണ് കർഫ്യൂ എന്ന് പറയുന്ന നിയമം വന്നത്. ഇത് ഓർത്തു വെക്കുക. ഓക്കെ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിഴക്കൻ നഗരങ്ങളെ കുറിച്ചാണ്. അതായത് കിഴക്കൻ നഗരങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റു പ്രദേശങ്ങൾ, അതായത് മധ്യകാലഘട്ടത്തിൽ യൂറോപ്യൻ നഗരങ്ങളെ കൂടാതെ നിലനിന്നിരുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ്? അതിലൊന്നാണ് കിഴക്കൻ നഗരങ്ങൾ എന്ന് പറയുന്നത്. അതായത് അബ്ബാസിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ബാഗ്ദാദ്. മധ്യകാലഘട്ടത്തിൽ വ്യാപാരത്തിന്റെ വാണിജ്യത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഏത്? ബാഗ്ദാദ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏത് സാമ്രാജ്യത്തിന്റെയാണ്? അബ്ബാസിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏതാണ്? ബാഗ്ദാദ് ആണ്. അബ്ബാസിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ്? നമ്മുടെ ബാഗ്ദാദ് ആണ്. അതുപോലെ തന്നെ മധ്യകാലഘട്ടത്തിൽ വ്യാപാരത്തിന്റെ വാണിജ്യത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? ബാഗ്ദാദ് ആണ്. അതുപോലെ തന്നെ ബാഗ്ദാദിലെ കമ്പോളങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തു? വിവിധ ഭാഗങ്ങളിലെത്തിയ അപൂർവമായ വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അതായത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അപൂർവമായ വിഭവങ്ങൾ ഇവിടെ
ഒരുപാടുണ്ടായിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു, നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കോൺസ്റ്റാന്റിനോപ്പിൾ, ഇപ്പോഴത്തെ ഇസ്താംബുൾ ആണ്. പ്രശസ്തമായ മറ്റൊരു വാണിജ്യ കേന്ദ്രമായിരുന്നു. അപ്പൊ അത് ഓർത്തു വെക്കുക. അതായത് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇസ്താംബൂൾ മറ്റൊരു കച്ചവട കേന്ദ്രമായിരുന്നു എന്ന് ഓർത്തു വെക്കുക. ബാഗ്ദാദും പിന്നെ ഏതാണ്, കോൺസ്റ്റാന്റിനോപ്പിളും. ഓക്കെ. അതുപോലെ തന്നെ പട്ടുതുണി പാതയിലൂടെയും അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജന പാതയിലൂടെയും എത്തിയിരുന്ന ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നത് ഈ നഗരങ്ങൾ, അതായത് ബാഗ്ദാദിൽ കൂടെയും അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിൽ കൂടെയൊക്കെയാണ് ഈ സുഗന്ധവ്യഞ്ജന പാതയിലൂടെയും പട്ടുതുണി പാതയിലൂടെ എത്തിയിരുന്ന ഉൽപ്പന്നങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് കൊണ്ടുപോയിരുന്നത്. അതിന്റെ ഈ നഗരങ്ങൾ, കുറച്ച് നഗരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബസറ, ഏദൻ, മക്ക, മസ്കറ്റ്, ദമാസ്കസ്, സൂറത്ത്. അപ്പോൾ ഈ നഗരങ്ങളിലേക്ക് കൂടെയാണ് കച്ചവടത്തിനായി അവർ പോയിരുന്നത് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ അപ്പോൾ ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും നിലനിന്നിരുന്ന പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളും നഗരങ്ങളും ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തെന്നൊക്കെ പഠിച്ചു? കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ അതായത് കച്ചവടത്തിന്റെ കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നാളെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം. ഓക്കെ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു അഗെയിൻ. ഓക്കെ, താങ്ക് യു.